പെരേക്ക് വന്നിട്ടേ ഓളെന്തോ വിളിച്ചു പറഞ്ഞു. ഓളെ കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതെവിടെ സ്ഥലം? അങ്ങനെക്കുന്നേ ഓക്ക് ഓൾറെഡി ചെറിയ മെന്റൽ പ്രശ്നങ്ങളുള്ള വീട്ടിലെല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അറിയുന്നതാണ്. ഓളെന്തേലും വിളിച്ചു പറഞ്ഞു എന്നോട് വന്ന് ചോദിക്കണ്ടേ. വന്നേ പാട് കയറിയിട്ട് പെരേ കയറി താഴേക്ക് ഇറങ്ങി വന്ന് സാർ എന്നാ ഇനി കൊണ്ടുപോയിക്കോ, അവിടെ നിർത്തണ്ട, ഓളെ ആങ്ങളുണ്ടായിക്കോട്ടെ, അവിടെ നിർത്തിക്കോ, അങ്ങനെ കൊണ്ടോണ്ടായിരുന്നു. വൈഫിന്റെ പേരെന്തായിരുന്നു? ബിന്ദു. അതിന് ഇവ എന്താക്കി, മറ്റേ വന്ന് കൂടെ വന്ന മെയിൻ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഡ്രൈവർ ഇല്ലേ, മൂപ്പറിൽ അടി അടിച്ചു വീട്ടിന് ബോധപ്പള വന്ന്. ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ എയിംസ് കൊണ്ടുപോയി അവിടെ തൊട്ടടുത്താണല്ലോ, 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. എവിടെ? മേപ്പാടി തൊട്ടപ്പുറത്ത് നെടുമ്പാലയാണ് നമ്മളെ വരെ. എയിംസ് കൊണ്ടുപോയിക്കോ പറഞ്ഞു. എന്റെ ചവിട്ടിന് ചോര എന്നിട്ട് എനിക്ക് ബോധമില്ലേന്നു. ബോധം വന്ന് ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ഇത്ര ദൂരം എത്തിക്കുന്നുള്ളത്. അതിന്റെ തൊട്ടടുത്തേക്കാണ് മിംസ്. അവിടെ കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കടഞ്ഞിട്ട് വയ്യ, കൈ കണ്ടില്ല ചെയ്യും അടിച്ചിട്ട്, ലാത്തി കൊണ്ട് അടിച്ചിട്ടേ. ഓനക്ക് എന്തോ നമ്മളോടൊരു പേഴ്സൺ, ആരെങ്കിലും പെണ്ണുങ്ങൾ വിളിച്ചാലും ഒന്ന് ചോദിക്കണ്ടേ എന്താ പ്രശ്നം, അല്ലെ നമ്മളെ തൊട്ടടുത്തുള്ളവരോട് ചോദിക്കണ്ടേ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നമുള്ള ആളാണോന്ന്. ആ നാട്ടിൽ ചോദിക്കണ്ടേ. അവൻ ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല, വരിക കണ്ട് തല്ലിയാ പോവാ. ഇതിൽ കൂടുതൽ എന്താ പറയാ എനിക്കറിയില്ല. ഞാൻ തല കടഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. അതല്ല, ഇത് പടിഞ്ഞാറത്തറ പോലീസിന്റെ ജീപ്പാണല്ലോ. അതൊന്ന് മേപ്പാടിന്ന് എന്തിനാ കൈനാട്ടി കൊണ്ടുവന്നേ? എനിക്കറിയില്ല. മേപ്പാടി നമ്മളെ അല്ല, നമ്മള് കൊണ്ടുവരണ കണ്ടതാണ്. മറ്റേ പോലീസ് ജീപ്പിന്റെ ഏറ്റവും ബാക്കിലിട്ടാ കൊണ്ടുവന്നേ. പരാട് ആശുപത്രി ഇല്ലേ, അതിന്റെ തൊട്ട് താഴെ 1.5 കിലോമീറ്റർ താഴെ എന്റെ പെര. അവിടുന്ന് മിംസക്ക് ഒരു 2 കിലോമീറ്റർ പരമാവധി. 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞാൻ അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വയ്യ, അങ്ങോട്ട് കൊണ്ടേക്ക് പറഞ്ഞപ്പോ അല്ലേ മുണ്ടണ്ട, എനിക്കുള്ള പണി ഞങ്ങൾ തരുന്നുണ്ടെന്ന് അവര് പറഞ്ഞു. അപ്പൊ ആ പണി എന്താന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഇത് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഒരു പറയുന്നത് ഞാൻ കേട്ടാണ്. എനിക്ക് ഇവിടെ വരെ ബോധമല്ലായിരുന്നു. ഇപ്പൊ വന്നപ്പോ പറഞ്ഞു. അല്ല, വന്നപ്പോ ഞാനും കണ്ടിരുന്നു ബോധമില്ലായിരുന്നു. എനിക്ക് ആളെ പറ്റുന്ന ഐഡന്റിഫൈ ചെയ്യാനും പറ്റില്ല. കാരണം എന്താ, പടിഞ്ഞാറത്തറ പോലീസിന്റെ വണ്ടിയല്ലേ. ഒന്നൊക്കെ നമ്മള് പ്രതീക്ഷിക്കാറ് ചുണ്ടേത്ത് വണ്ടിയോ വൈത്തിരിത്തെ വണ്ടിയോ കൽപ്പറ്റത്തെ വണ്ടിയോ മേപ്പാടിത്തെ വണ്ടിയോ പ്രതീക്ഷിക്കുക. എനിക്കും അറിയില്ല. ഈ ചവിട്ടിന്റെ ഉള്ളത് ചോര എന്നിട്ട് ബോധം പോയതാ. ഇവിടെ വന്നപ്പോ ഇവര് പറയും 2 സ്റ്റിച്ചിന്റെ പ്രശ്നങ്ങൾ. ഈ കൈയിന്റെ കണ്ടില്ലത് നീര് വന്നിട്ട് ഇതാ ലാത്തി കൊണ്ട് അടിച്ചാ. ഇതും കൈയോടെ ഇക്കിപ്പോ എന്റെ കൈയിന്റെ ചൂട് എന്തായാലും ഒരു മനുഷ്യന് തല്ലി പൊട്ടിക്കൂലല്ലോ. ഇത് ഇതിലടിച്ച എന്റെ പേരേല് ക്യാമറ ഉണ്ട് വേണമെങ്കിൽ അതും കിട്ടും. ഇനിയിപ്പോ ഈ പറഞ്ഞ ഈ സുഖല്ലാത്തിന്റെ ഭാര്യകളോളം വരെ വിളിച്ചു പറഞ്ഞേ ഓക്കെ ഇച്ചിരി പ്രശ്നം, അത് ഇതൊരു പറയണ്ട. ഓക്കെ, ഇച്ചിരി പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നമുള്ള ആളാണ്, ഓൾറെഡി ഉള്ള ആളാണ്. അന്നാ അത് വന്നിട്ടൊന്ന് അന്വേഷിക്കാനുള്ള ഒരു ബുദ്ധി വരെ കാണിക്കുന്നത്. അത് കാണിച്ചില്ല. ഞാൻ ചിലപ്പോൾ ചീത്ത അറിയും. ഞാൻ ഇച്ചിരി കഴിക്കുന്ന ആളുമാണ്, ഇതാണെയും പറയുന്നില്ല. ഞാൻ ഇതുവരെ അവളെ തൊട്ടിട്ടില്ല. ഇതുവരെ ജീവിതത്തിൽ ഞാൻ തൊട്ടിട്ടില്ല. ഇനി ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഓളെ ആങ്ങൾ അവിടെ എപ്പോഴും വരലുണ്ട് കേട്ടോ. ഓൻ ഇവരോട് പറയുന്നുണ്ട്, അവിടുന്ന് കയറ്റുമ്പോ ക്യാമറയിലുണ്ടത്. പിന്നെ വണ്ടി കയറ്റുമ്പോൾ പറയുന്നുണ്ട് ആങ്ങളാ ഓനെ കൊണ്ടോണ്ട, അത് ഇവിടെ ഉള്ള പ്രശ്നങ്ങളാണ് ഇവനോട് പറയുന്നു. പക്ഷെ ഓൻ സമ്മതിക്കുന്നില്ല. ഇവൻക്ക് എന്തോ ഒരു മുൻവൈരാഗ്യം എല്ലാവർക്കാണ് തല്ലിയിട്ടുണ്ട് കൊണ്ടുവരുന്നതേ. ഇനി ഓളും ആണെങ്കിലും ഇല്ലേ, ഒക്കെ നാളെ നേരം വെളുത്ത് നോക്കട്ടെ, ഒന്ന് ഉറങ്ങി എണീക്കട്ടെ, ഓളും പറഞ്ഞിരുന്നു. ഞാൻ ഓളൊന്നും കാട്ടി. അതല്ല, ഇതിപ്പോ എന്തായാലും ഇപ്പം അവിടുത്തെ പടിഞ്ഞാറത്തറ പോലീസിന്റെ ജീപ്പിൽ വന്നെന്താന്ന് എനിക്ക് പിടിയിട്ടില്ല. അത് ഏറ്റവും ബാക്കിൽ അട്ടിയിരുന്നേ, പോലീസ് ജീപ്പിന്റെ ഏറ്റവും ബാക്കിൽ നിങ്ങളെ ചുരുട്ടി കൂട്ടി അട്ടിയിരുന്നേ. ഇവിടെ ഒരുവിധം എല്ലാവരും സാക്ഷികളാണ്. ഞാൻ മുമ്പ് കയറാൻ നോക്കിയില്ലേ, കയറാൻ നോക്കിയപ്പോഴാണ് ഈ അടിച്ചത്. അതിന്റെ പെരന്റെ മുമ്പിൽ ക്യാമറയിലുണ്ട്. ഞാൻ ഈ നടുവിലൊരു ഡോർ ഉണ്ടാവുമല്ലോ, അങ്ങനെ കയറാൻ നോക്കി. ഞാൻ പറഞ്ഞു, സാറേ എന്നെ കൊണ്ടേക്ക് അവിടെ നിർത്തണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ ഈ അടിക്കുന്നത്. ആ അടിച്ചത് ചോര വന്നിരിക്കുന്നു എന്തായാലും. പുള്ളി നിങ്ങളെ ആദ്യം അക്കേരെ ആക്രമിക്കായിരുന്നു. പുള്ളിന്റെ വൈഫാണ് നിങ്ങളെ വിളിച്ചു പറഞ്ഞേ.